പ്രവേശനത്തിൽ സുപ്രീം കോടതി തൽക്കാലം ഇടപെടുന്നില്ല. കീം പ്രവേശനം സുപ്രീം കോടതി തടയുന്നില്ല. നാലാഴ്ചയ്ക്ക് ശേഷം വീണ്ടും അത് പരിഗണിക്കും. 4 ആഴ്ച എന്നൊക്കെ പറയുമ്പോഴേക്കും അതൊരു അത്രയധികം ദിവസങ്ങളുണ്ട്. ഓഗസ്റ്റ് 14 ഓഗസ്റ്റ് 14 ഈ എഞ്ചിനീയറിംഗ് പ്രവേശന നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. 4 ആഴ്ച എന്നൊക്കെ പറയുമ്പോഴേക്കും ഏതാണ്ട് ആ തീയതിക്കൊക്കെ അടുത്തേക്ക് എത്തും. പിന്നെ അപ്പീൽ വലിയ പ്രസക്തിയില്ല. പിന്നെ അടുത്ത വർഷത്തെ പ്രവേശനത്തിൽ എന്തെങ്കിലുമൊക്കെ നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുമോ എന്ന കാര്യം മാത്രമേ അറിയേണ്ടതുള്ളൂ. എന്തായാലും ഇന്ന് കോടതിയിൽ ഉണ്ടായത് എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള ഈ കീം റാങ്ക് പട്ടിക പുതുക്കണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകില്ല എന്ന് കോടതി സുപ്രീം കോടതിയെ കേരളം അറിയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഹൈക്കോടതി വിധി നടപ്പാക്കുമ്പോൾ കേരള സിലബസ് വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന നഷ്ടമൊക്കെ കോടതിയെ അറിയിക്കുന്നുണ്ടെങ്കിൽ അപ്പീൽ നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക്. അപ്പീൽ നൽകിയാൽ വീണ്ടും അത് വല്ലാത്ത രീതിയിൽ നീണ്ടുപോയി വീണ്ടും അനിശ്ചിതത്തിലേക്കൊക്കെ പോകുമോ എന്നത് ഒന്നാമത്തെ ഘടകം. അപ്പീൽ നൽകിയാലും ഇത്രത്തോളമൊക്കെ ആയ പശ്ചാത്തലത്തിൽ ഇനി ആ വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെട്ട് പിന്നെയും ഒരു അനിശ്ചിതത്വത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകില്ല എന്ന തിരിച്ചറിവ് ഒക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ടാവണം അപ്പീൽ നൽകേണ്ടതില്ല എന്ന തീരുമാനം. എന്തായാലും ഈ പറയുന്ന രീതിയിൽ നോട്ടീസ് അയച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാരിന്. നോട്ടീസിൽ 4 ആഴ്ച കഴിഞ്ഞാണ് മറുപടി ഉണ്ടാവേണ്ടത്. ഈ ഹൈക്കോടതി വിധി മൂലം കേരള സിലബസ് വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന ഒരു നഷ്ടം ഒക്കെ കേരളം കോടതി അറിയിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. എന്തായാലും സുപ്രീം കോടതി ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുന്നില്ല എന്നാണ്. അത് 4 ആഴ്ച എന്ന് പറയുന്നത് ഒരുപാട് സമയമാണ്, ഇടപെടണം എന്ന് കേരള സിലബസ് കുട്ടികൾ വാദിച്ചെങ്കിലും അവരുടെ കൂട്ടായ്മ വാദിച്ചെങ്കിൽ പക്ഷേ അതൊരു ഇടപെടൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല 4 ആഴ്ച കഴിഞ്ഞ് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഏതെങ്കിലും തരത്തിൽ തുടരുന്ന അച്യുതൻ, ഏതെങ്കിലും തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓൺഗോയിങ് പ്രോസസ്സിന് ഏതെങ്കിലും തടസ്സമില്ല സുപ്രീം കോടതി വ്യവഹാരത്തിൽ, അല്ലേ അച്യുതൻ? ലക്ഷ്മി, അത് അങ്ങനെ തന്നെയാണ്. അതായത് നിലവിൽ ഇപ്പോൾ 2ാമത്തെ റാങ്കിലെ പട്ടിക വന്നു. അടുത്ത പ്രവേശന നടപടികളിലേക്ക് കടക്കുമ്പോൾ അതിലിടപെടുന്നില്ല എന്ന് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നു. ആ ഒരു ഇടപെടലിലേക്ക് കടക്കുന്നില്ല. നിലവിലെ പ്രവേശന നടപടികൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നതിന്റെ കൃത്യമായ സൂചനയാണ് സുപ്രീം കോടതിയുടെ ഈ തീരുമാനത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം അപ്പീൽ ഫയൽ ചെയ്യുന്നില്ല എന്ന നിലപാട് ഇപ്പോൾ കേരളം സ്വീകരിച്ചിരിക്കുന്നു. അതിന് കാരണമായി പറയുന്നത് ഈ വർഷത്തെ പ്രവേശന നടപടികൾ ബാധിക്കപ്പെടുന്നത് ആഗ്രഹിക്കുന്നില്ല എന്ന നിലപാടാണ് സർക്കാർ ഇപ്പോൾ കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്നത്. സംസ്ഥാന വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പീൽ ഫയൽ ചെയ്തിട്ടില്ല എന്നൊരു നിലപാടിലേക്ക് ഇപ്പോൾ സർക്കാർ മാറിയിരിക്കുന്നത്. എന്നാൽ അടുത്ത വർഷത്തേക്ക് ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് പ്രോസ്പെക്ടീവ്സിലടക്കം മാറ്റം വരുത്തിക്കൊണ്ടുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കും എന്ന കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ എന്താണ് ഇനി സംസ്ഥാനത്തിന് വിശദമായി അറിയിക്കാനുള്ളത് എന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവ കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ട് വേണം മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഹർജിക്കാരുടെ വാദം ഇത് ഉടനടി ഒരു ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രവേശന നടപടിയെ ബാധിക്കില്ല എന്നായിരുന്നു ചൂണ്ടിക്കാട്ടിയത്. അതായത് ഈ ഓഗസ്റ്റ് 14 മുൻപ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ, അതായത് ഉടനടി ഉണ്ടായിക്കഴിഞ്ഞാൽ പഴയ റാങ്ക് ലിസ്റ്റ് ഇപ്പോഴും ആ സൈറ്റിൽ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ട് ഇതിലേക്ക് കടക്കാൻ കഴിയും. അതൊരു പ്രശ്നം സൃഷ്ടിക്കില്ല എന്ന് ഹർജിക്കാർ വാദിച്ചെങ്കിലും നിലവിൽ അക്കാര്യങ്ങളിൽ ഇടപെടാൻ വീണ്ടും സുപ്രീം കോടതി വിസമ്മതം അറിയിക്കുകയാണ്. ആ തരത്തിലേക്ക് പോകുമ്പോൾ നിലവിലെ പ്രവേശന നടപടികളിൽ ഇടപെടാൻ സുപ്രീം കോടതി തയ്യാറാകുന്നില്ല മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, ചിലപ്പോൾ ഉദ്ദേശം നല്ലതാണ് എന്ന് പറയുമ്പോൾ പോലും ചെയ്യേണ്ട സമയത്ത് കാര്യങ്ങൾ ചെയ്യാതെ അവസാന നിമിഷം എന്ന് പറഞ്ഞാൽ കോടതിയിൽ പോയി കഴിഞ്ഞാൽ അത് റദ്ദാക്കപ്പെടും എന്ന് 100% ഉറപ്പ് ആർക്കും ഏത് കൊച്ചുകുട്ടികളും മനസ്സിലാവുന്ന രീതിയിൽ ആ സമയത്ത് പോയി ഇടപെട്ട് അത് ഇത്തരത്തിൽ അതിനെ സങ്കീർണമാക്കിയത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. എന്തായാലും അതിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടുന്നു. ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകില്ലെന്നും വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ സ്വന്തം നിലയ്ക്ക് സുപ്രീം കോടതിയെ സമീപിക്കാമെന്നുമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. തുടർന്നാണ് 12 വിദ്യാർത്ഥികൾ അഡ്വക്കേറ്റ് സുൽഫിക്കർ അലി മുഖേന കോടതിയെ സമീപിച്ചത്. ആ കോടതി അത് വാദം കേൾക്കുകയായിരുന്നു. ഇന്നലെ തന്നെ ഈ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകാനുണ്ടോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ് ഏതെങ്കിലും തരത്തിൽ ഈ പ്രവേശന നടപടികളോ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കാനോ ഒന്നും കോടതി തയ്യാറാവുന്നില്ല എന്ന് കോടതി ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്. അതിനിടയിൽ CBSE വിദ്യാർത്ഥി കൂട്ടായ്മ കവിയേറ്റുമായി തടസ്സ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. റാങ്ക് പട്ടിക റദ്ദാക്കുകയോ പ്രവേശന നടപടികൾ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്തുകയോ ചെയ്യില്ല എന്ന് സുപ്രീം കോടതി വാക്കാൽ പറഞ്ഞു. തുടർന്നാണ് ഇന്ന് സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകാനില്ല എന്ന നിലപാട് സുപ്രീം കോടതിയിൽ സ്വീകരിച്ചത്. അതേസമയം കേരള സിലബസ് കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ കോടതി അറിയിക്കുകയും ചെയ്തു. ഈ സമയം ഏതെങ്കിലും ഇടപെടൽ നടത്തുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പ്രവേശന നടപടികൾ വീണ്ടും അവതാളത്തിലാവുക എന്നുള്ളത് തന്നെയാണ്. അതിന് സുപ്രീം കോടതി തയ്യാറാവുന്നില്ല. 4 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാമെന്ന് പറയുമ്പോൾ ഹർജിക്കാർ 4 ആഴ്ച എന്ന് പറയുന്നത് വലിയ സമയമാണ്. അതിനും ഇടപെടൽ ഉണ്ടാവണം.
എന്നൊരാവശ്യം ഹർജിക്കാർ മുന്നോട്ട് വെച്ചെങ്കിലും സുപ്രീം കോടതി അത് മുഖവിലേക്ക് എടുത്തിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ കീം പ്രവേശന നടപടിക്ക് തടസ്സങ്ങളില്ല, പ്രശ്നങ്ങളില്ല. ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഓൺഗോയിങ് പ്രോസസ്സിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നവും നിലവിൽ സുപ്രീം കോടതി ഉണ്ടായിട്ടുമില്ല. അച്യുതൻ ചേരുന്നു. അച്യുതൻ, അപ്പോൾ ഇനി അതിലെ കേരള സിലബസ് കുട്ടികൾക്ക് മുന്നിലുള്ള നിയമവഴികൾ തൽക്കാലം അടഞ്ഞു. 4 ആഴ്ച കഴിയുമ്പോഴേക്കും ഒരുപക്ഷെ അടുത്ത വർഷത്തേക്കുള്ള ചില മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ ചർച്ച ചെയ്യാമെന്നതല്ലാതെ ഈ പ്രവേശന കാലത്തെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോവുകയാണ് അല്ലേ? തീർച്ചയായിട്ടും ഹാഷ്മി, വിദ്യാർത്ഥികളുടെ ആവശ്യം ഇതിൽ സുപ്രീം കോടതിയിൽ നിന്നും ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടായി. അതിലൂടെ അവർക്ക്, അതായത് ആദ്യം സർക്കാർ പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടിക പ്രകാരം ഈ പ്രവേശന നടപടികളിൽ ഉൾപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നൊരു വിശ്വാസമായിരുന്നു ഈ കേരള സിലബസ് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അവർ ആ കാര്യം പങ്കുവയ്ക്കുകയുമുണ്ടായി. കാരണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി സുപ്രീം കോടതിയിൽ ഇതിലെ വിവേചനം കൃത്യമായി തിരിച്ചറിഞ്ഞ് ഒരു ഇടപെടൽ ഉണ്ടാകും എന്നായിരുന്നു ഹർജി നൽകുന്ന ദിവസം വിദ്യാർത്ഥികൾ പ്രതികരിച്ചത്. അങ്ങനെ ഹർജിയിലും ഈ അടിയന്തരമായി ഇത് പരിഗണിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. ഒപ്പം തന്നെ ഈ മൗലിക അവകാശങ്ങളുടെ ലംഘനം ഉണ്ടായിരിക്കുന്നു, കാലങ്ങളായുള്ള അവഗണനയാണ്, അത് വീണ്ടും തുടരുന്നു എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാലും അപ്പീൽ നൽകില്ലെന്ന് സംസ്ഥാന സർക്കാർ അറിയിക്കണം.